കേറിവാടാ മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം കേൾക്കൂ. സിദ്ദിഖ് ചെയ്ത കഥാപാത്രം തന്റെ പാർട്ടിയിൽ എന്ത് സ്ഥാനമാണ് വഹിക്കുന്നത്? എ പ്രസിഡന്റ്, ബി സെക്രട്ടറി, സി പ്രത്യേകിച്ച് ഒരു സ്ഥാനവുമില്ല. 2020 ഞാനൊന്ന് കറക്കി കുത്താം, എനിക്ക് അറിഞ്ഞൂടാ. സെക്രട്ടറി. അപ്പോ സെക്രട്ടറിയെ ഞാൻ എടുത്തിട്ട് പൂട്ടി വരിഞ്ച് മുറുക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ടെസ്റ്റിയുടെ ഒരു പാട്ട് കേൾക്കാം. വേണോ? കാരണം മാജിക് അറിയാം, അഭിനയം അറിയാം, മിമിക്രി അറിയാം, എല്ലാം അറിയാം. ഒരു പാട്ട്. ഓക്കെ, ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ശരിക്കും ഗാനഭൂഷണത്തിനൊക്കെ ചേർന്ന ആളാ. കൊച്ചിൻ കലാപോലെ വീണയാണ് മെയിൻ എടുത്ത് പഠിച്ചത്, സാൻസ്ക്രിറ്റും. പാട്ട് കുറച്ച് എന്നാലും 4 കാലിൽ എവിടെങ്കിലും ചെന്ന് വീഴാ, അത്രേ ഉള്ളൂ. കണ്ണിനും കണ്ണാടിക്കും കാണാതിടത്തൊരു കസ്തൂരി മാറുകുള്ള വർണ്ണക്കിളി, മാറത്ത് കൊടിയുള്ള പെരുന്നാൾ പൂമ്പിറ പോലെ മാനത്ത് മയങ്ങണ വർണ്ണക്കിളി, നീ സ്വർണ്ണക്കിളി. കണ്ണിനും കണ്ണാടിക്കും കാണാതിടത്തൊരു കസ്തൂരി മാറുകുള്ള വർണ്ണക്കിളി, മാറത്ത് കൊടിയുള്ള പെരുന്നാൾ പൂമ്പിറ പോലെ മാനത്ത് മയങ്ങണ വർണ്ണക്കിളി, നീ സ്വർണ്ണക്കിളി. സ്വർണ്ണക്കിളി. രസമായിട്ടുണ്ട്. താങ്ക് യു സർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ബി സെക്രട്ടറിയാണ് ഞാൻ പറഞ്ഞത്. സെക്രട്ടറി വെളിയിൽ എടുക്കട്ടാ? എടുത്തോ. ഞാൻ ഗസ് ചെയ്താണ്. സെക്രട്ടറിയെ വെളിയിൽ എടുത്തപ്പോഴത്തേക്ക് സെക്രട്ടറി പറഞ്ഞു ഞാൻ വരുന്നില്ല. അയ്യോ, പോയോ? ഞാൻ പ്രസിഡന്റ് ആണെങ്കിലേ വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. സാരമില്ല, അടുത്ത യുദ്ധത്തിൽ പിടിക്കാം. അപ്പം ബി സെക്രട്ടറി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, അഗൈൻ യു വൺ 2000 rupees. ഇപ്പൊ 4000 രൂപ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പൊ ടെസ്റ്റിനോട് ഒരു ചോദ്യം. ജനിക്കുമ്പം ആ സാധനം ഇല്ല, പക്ഷേ നമ്മൾ വളർന്നു വരുമ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആ ഐറ്റമാണ്. അയ്യോ, ബുദ്ധി. വളർന്നു വരുന്നോറും ബുദ്ധി. കൈയുണ്ട്, കാലുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അയ്യോ, ഒരു ക്ലൂ തരൂ. അയ്യോ, എനിക്ക് പറ്റും. എന്താണ്? ഈ സംസാരത്തിലുണ്ടല്ലോ ക്ലൂ. മനസ്സിലായി. നമ്മള് പറയുന്ന നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോ കൊല്ലം കഴിയുന്തോറും നമ്മൾ ഡെവലപ്പ് ആയി വരും. എന്താണ് ടെസ്റ്റിയുടെ ബുദ്ധി? ഇത് പണ്ട് കോപ്പിയടി പണ്ടേ ഉള്ളതാ. അതാ ഇപ്പൊ സാറിന് കോപ്പി അടിച്ചാ ഞാൻ. എന്നാ അല്ല അല്ലേ? ജനിക്കുമ്പം ഇല്ല, നമ്മൾ വളരും തോറും അത് വന്നോണ്ടിരിക്കും. അതിനെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന്റെ പേരാണ് പല്ല്. ഐശോ, അത്ര പോയില്ല എനിക്ക്. കുറച്ച് കുറവാ. കേറിവാടാ മക്കളയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം എടുത്തോണ്ട് പോകൂ. ഒരു വീഡിയോ. SP പുന്നക്കാടനെ പൊരിച്ചെടുക്കുന്ന കണ്ടപ്പോ കോരി തിരിച്ചുപോയി. ചോദ്യം. ദേവരാജ പ്രതാപവർമ്മ, അതായത് മോഹൻലാൽ, കോടതിയിൽ നാടകം കളിച്ച് രക്ഷപ്പെടുന്നത് ആരെ കൊന്നിട്ടാണ്? എ അരുൺകുമാർ, ബി MP പുരുഷോത്തമൻ, സി മന്ത്രി ശശികുമാർ. ഓക്കെ, ഇതറിയാം. അരുൺകുമാറാണ്. കാരണം അതിന്റെ ഇന്ദ്രജിത്താണ് ആ കഥാപാത്രം അവതരിപ്പിച്ചത്. ഇന്ദ്രജിത്തിനെ കൊന്നിട്ടാണ്. എ അരുൺകുമാർ. ഉറപ്പിക്കാല്ലേ? ഞാൻ എടുത്തിട്ട് പൂട്ടി അവിടെ കിടക്കട്ടെ. ഒരു ചെറിയൊരു ഇത് കാണിക്കോ? മാജിക്കോ? എന്നെ പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാജിക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സീക്രറ്റ് വേണം, അല്ലേ? ഒന്നെങ്കിൽ ഒരു പൂവ്, അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ, എന്തെങ്കിലും ഒരു കോയിനെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. സാർ പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം എന്തെങ്കിലും അന്തരീക്ഷത്തിൽ നിന്ന് വരുത്തിക്കാം, അല്ലേ? സാറിനൊരു ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ ചെറിയ വൃത്തം വരയ്ക്കുന്നു. 1 2 3 എന്ന് പറയുന്ന ഒന്നുമില്ല. 1 2 3 ഇതാ
ആഹാ, കുറെ നാളായി ഞാനൊരു മോതിരം വേണമെന്ന് ആഗ്രഹിച്ചിട്ട്. സ്വർണ്ണമാണല്ലേ? സ്വർണ്ണാണ്. സ്വർണ്ണമാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. പിന്നെ തരാം. അല്ല, ഗിഫ്റ്റ് ഈസ് എ ഗിഫ്റ്റ്. ഇത് ഗിഫ്റ്റ് അല്ല, ഇത് മാജിക് എന്ന് പറഞ്ഞപ്പോ ഞാനൊരു എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ. അതൊക്കെ അത് ലേഡീസ് ആണ്. അയ്യേ, ചേച്ചി കണ്ട ചീത്ത പറയട്ടോ. കുഴപ്പമില്ല. ടെസ്നിയുടെ ആ മുഖം ഞാനിപ്പം ശ്രദ്ധിച്ചു. എന്താണ്? ഇനി തരുമോ ഈ ശ്രീകുട്ടൻ? ഒരിക്കലും. എ അരുൺകുമാറാണ്. അരുൺകുമാർ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 6000 രൂപ സമ്മാനമായി ഇപ്പം ടെസ്നിയുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ ഇതിന്റെ ഒരു അത്.